ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവൽ മൂന്നാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു ഞായറാഴ്ച മിന്നുന്ന പ്രകടനം തന്നെയാണ് സിനിമ കാഴ്ചവെക്കാൻ തുടങ്ങിയിരിക്കുന്നതെന്ന് പറയാം. ആദ്യ 2 ദിനവും അതിഗംഭീര അഭിപ്രായമാണെങ്കിൽ മൂന്നാം ദിനവും അത് കണ്ടിന്യൂ ചെയ്യാൻ സിനിമയ്ക്ക് കഴിയുന്നു. മൂന്നാം ദിനത്തിലും ഷോ കൗണ്ടുകൾ കൂടുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ന് റെഡ് അലേർട്ടിൻ്റെ അയ്യരുകളി തന്നെയാണ് നമുക്ക് ബുക്ക് മൈ ഷോയിൽ കാണാൻ കഴിയുന്നത്. ആദ്യ ദിനത്തെയും രണ്ടാം ദിനത്തെയും കാൽ കൂടുതൽ കളക്ഷൻ ഇന്നുണ്ടാകും. രണ്ടാം ദിനത്തിലെ ഡീറ്റെയിൽ കളക്ഷനിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ തുടരുന്നു. ഇന്ന് പ്രീസെയിലിൻ്റെ കാര്യങ്ങളിലേക്ക് തന്നെ പോവാം. ഇന്ന് ഞായറാഴ്ച ഇതുവരെ ലഭിച്ചിരിക്കുന്ന പ്രീസെയിൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 2,17,00,000 രൂപയോളമാണ് പ്രീസെയിലൂടെ മാത്രം നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. 1486ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടു. 1,24,900 ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതും ആദ്യമായി കാണാൻ കഴിയുന്നു. 30% സിനിമയുടെ ഒക്യുപ്പൻസി ആയിട്ട് കാണാൻ കഴിയുന്നത്. അതായത് വെളുപ്പിനെ തന്നെ സിനിമയ്ക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ വെളുപ്പിനെ 3 മണി 4 മണി സമയങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു 3000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു ബുക്ക് മൈ ഷോയിലൂടെ. എന്തായാലും സന്തോഷം എന്ന് തന്നെ പറയാം. ഇനി സിനിമയുടെ ഡീറ്റെയിൽഡ് അടുത്ത കളക്ഷൻ റിപ്പോർട്ട് വേറെ ഒന്നുമല്ല, ശനിയാഴ്ചത്തെ ഫൈനലായിട്ട് എന്തായിരുന്നു കളക്ഷൻ എന്നുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1633 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2,76,000 മുകളിലുള്ള ടിക്കറ്റുകൾ ഇന്നും വിറ്റുപോയി. 61% ഒക്യുപ്പൻസി തന്നെ സിനിമയ്ക്ക് തുടരാൻ കഴിയുന്നു. 648 മുകളിലുള്ള ഫാസ്റ്റ് ഫില്ലിങ്ങും 300-നടുത്തുള്ള ഓൾമോസ്റ്റ് ഫുൾ ഷോകളും സിനിമയ്ക്കുണ്ടായി. 4,45,60,800 മുകളിലുള്ള എമൗണ്ടാണ് സിനിമയ്ക്ക് ട്രാക്ഡ് കളക്ഷനിലൂടെ വന്നത്. ആദ്യ ദിനം സിനിമയ്ക്ക് വന്നത് 4,41,35,000 അതായത് ഏകദേശം 4 ലക്ഷം രൂപയുടെ ഡിഫറൻസാണ് ട്രാക്കിങ്ങിലൂടെ കാണാൻ കഴിഞ്ഞത്. ആദ്യ ദിനം 4,93,00,000 രൂപ നേടിയ ചിത്രം ഇന്ന് രണ്ടാം ദിനം 5,02,00,000 രൂപയുടെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാം ദിനം സിനിമയ്ക്ക് ഷോ കൗണ്ടുകൾ കൂടിയിരുന്നു എന്നുള്ളതും എടുത്തു പറയാനുള്ളതാണ്. ഏകദേശം 100-ന് മുകളിലുള്ള സ്ക്രീനുകൾ കേരളത്തിൽ തന്നെ ആഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സിനിമ 3 ദിവസത്തെ ഇതുവരെയുള്ള ട്രാക്ഡ് കളക്ഷൻസ് 11 കോടി കടന്നിരിക്കുകയാണ്. അതായത് 2 ദിവസം കൊണ്ട് തന്നെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടിയോളം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാം ദിവസമായ ഇന്ന് ഞായറാഴ്ച പ്രതീക്ഷിക്കുന്നത് 6 കോടിയോളം എത്തും എന്നുള്ളതാണ്. GCCയിലും മികച്ച രീതിയിലുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യ ദിനം ഒഫീഷ്യലായിട്ട് മമ്മൂട്ടി കമ്പനി തന്നെ പുറത്തുവിട്ടത് 15.7 കോടി എന്നുള്ളതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്ര ഡീറ്റെയിൽ ആയി നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് 4.93 കോടി വരികയും അങ്ങനെ ഓവർസീസിൽ നിന്ന് 10 കോടിക്ക് അടുത്ത് വരികയും ചെയ്ത് 15,70,00,000 രൂപയോളം സിനിമയ്ക്ക് വന്നു. ശനിയാഴ്ച സിനിമയുടെ സമാനമായ രീതിയാണ്. 5 കോടിക്ക് മുകളിൽ കേരളത്തിൽ നിന്ന് വരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1,20,00,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്ന് ട്രാക്കേഴ്സ് പറയുന്നു. ഓവർസീസിൽ നിന്ന് 9,90,00,000 രൂപയ്ക്ക് മുകളിലും ഉണ്ടാകാം. അതായത് ഏറെക്കുറെ സിനിമ 17-18 കോടിയിലേക്ക് ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ. എന്തായാലും എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിലുള്ള പെർഫോമൻസ് സിനിമയ്ക്ക് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ചും മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിരിക്കുന്നത്. ഈ ഒരു എലിമെൻ്റ് തന്നെയാണ് സിനിമയുടെ ത്രൂ ഔട്ട് വർക്ക് ചെയ്യുന്നത്. സിനിമ ഇന്നത്തോടെ 50 കോടി ക്ലബിലേക്ക് കയറും എന്നുള്ള പ്രതീക്ഷയാണ്. അല്ലെങ്കിൽ അഡ്വാൻസ് സെയിലിലൂടെ 4-ാം ദിവസത്തെ അഡ്വാൻസ് സെയിലിലൂടെ തീർച്ചയായും സിനിമ 50 കോടി ക്ലബിലേക്ക് കയറും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒരു കാര്യവും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനുണ്ട്. മമ്മൂട്ടി ഫാൻസിനോട് തന്നെയാണ്. നിങ്ങൾ എത്ര പേർ ഇന്നലെയും മിനിങ്ങാന്നുമായി ടിക്കറ്റ് എടുത്തു തിയേറ്ററിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലൂടെ കഥകൾ കേൾക്കുകയല്ലാതെ തിയേറ്ററിൽ പോയവരാരൊക്കെ, ഇന്ന് ടിക്കറ്റ് എടുത്തവർ ആരൊക്കെ, എടുക്കാത്തവർ ആരൊക്കെ, ഇതൊന്നും നിങ്ങൾ ഒരു കമൻറ്റിലൂടെ വന്ന് പറയാനല്ല, നിങ്ങളുടെ മനസ്സിൽ വെക്കാനാണ്. ബാക്കി ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ ആ സിനിമ എങ്ങനെയാണെന്നറിയാൻ ടിക്കറ്റ് എടുക്കുന്നവരാണെന്നുള്ളത് ഭൂരിഭാഗവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. പക്ഷേ മമ്മൂട്ടി സിനിമ വരുമ്പോൾ നിങ്ങൾ അത് ടിക്കറ്റ് എടുക്കാതെ മാറി നിൽക്കുകയാണോ? ഇത് ചോദിക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല. മണിക്കൂറിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇന്ന് വിറ്റുപോയിരുന്നത്. പക്ഷേ ഇത്ര ഗംഭീരമായിട്ടുള്ള പ്രകടനമുള്ള ഒരു ചിത്രത്തിന് അത് മതിയോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക. സാധാരണ പ്രേക്ഷകരും ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സിനിമ 2 ദിവസം കൊണ്ട് ഏകദേശം 35 കോടിയോളം എത്തുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.